സ്റ്റുഡിയോയിൽ മനുഭരത്, വെരി ഗുഡ് മോർണിംഗ് ഫ്രം വരിക്കാശ്ശേരി മന. എന്തൊക്കെയാണ് പത്രങ്ങളിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ? ഗുഡ് മോർണിംഗ് പ്രദീപ്. ആര്യ, ഈ എൻ്റെ നാട്ടിലാണ് നിങ്ങൾ നിൽക്കുന്നത്, ആ സന്തോഷം കൂടിയുണ്ട്. ഏതായാലും ഇന്നത്തെ പത്രങ്ങളിൽ ഈ കൊച്ചിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ അഗ്നിബാധയും അത് സംബന്ധിച്ച വാർത്തകളുമാണ് വളരെ പ്രാധാന്യത്തോടെ പത്രങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട ആളുകളെ വേദനിപ്പിക്കുന്ന ഒരു സൺഡേ സപ്ലിമെൻ്റാണ് ഇന്ന് മലയാള മനോരമയിലുള്ളത്. ഞങ്ങളുടെയൊക്കെ വളരെ പ്രിയപ്പെട്ട CB റെജി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള സപ്ലിമെൻറ്റും, അങ്ങനെ ഒട്ടനവധി വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. നോക്കാം പത്രം 18. ഇന്നത്തെ പത്രങ്ങളിലേക്ക് വരികയാണെങ്കിൽ മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത, മലയാളം സർവകലാശാല VC ആയി സർക്കാരിൻ്റെ ശുപാർശ ഗവർണർ തള്ളിയിരിക്കുന്നു. MG സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ സാബു തോമസിന് താൽക്കാലിക VCയുടെ ചുമതല നൽകിയിരിക്കുന്നു എന്ന വാർത്തയാണ് മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി ഒന്നാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടികയിൽ നിന്ന് ആരെയും ഗവർണർ തിരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ കാലാവധി പൂർത്തിയാക്കുന്ന ഒരു VCക്ക് മറ്റൊരു സർവകലാശാലയുടെ ചുമതല നൽകാം എന്ന ഒരു ക്ലോസ് ഉപയോഗിച്ചാണ് ഗവർണർ ഈ നീക്കം നടത്തിയിട്ടുള്ളത്. കേരള സർവകലാശാലയുടെ മുൻ പ്രോ VC ആയിരുന്ന ഡോക്ടർ PP അജയകുമാർ ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയാണ് സർക്കാർ നൽകിയത്. നമുക്കറിയാം, ഈ ചിന്താ ജെറോമിൻ്റെ വളരെ വിവാദമായ ഈ വാഴക്കുല തീസിസിൽ അതിൻ്റെ ഗൈഡായിരുന്നു ഈ അജയകുമാർ. അങ്ങനെ അജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഗവർണർ ഈ നിയമനം നടത്തിയത് എന്ന മാതൃഭൂമി വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്ത നൽകിയിരിക്കുന്നു. മാതൃഭൂമിയുടെ ഒരു ലേഖനം ഇന്ന് ശ്രദ്ധേയമാണ്. ബിനോയ് വിശ്വം എഴുതിയിട്ടുള്ളതാണ് ഈ ലേഖനം. മുതലാളിത്തത്തെ മനസ്സിലാക്കുന്നതിൽ മാർക്സിന് തെറ്റുപറ്റി എന്ന MA ബേബിയുടെ പ്രസ്താവനയ്ക്ക് എതിരെ ആണ്, അല്ലെങ്കിൽ ആ പ്രസ്താവനയ്ക്ക് ഒരു വിമർശനം എന്ന നിലയിലാണ് ബിനോയ് വിശ്വം ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അത് ശരിയായൊരു നിലപാടല്ല എന്ന് അദ്ദേഹം പറയുന്നു. യാഥാർത്ഥ്യങ്ങളോട് നിരക്കാത്ത ഒരു സമീപനം എന്ന നിലയിൽ, അല്ലെങ്കിൽ നിരക്കാത്ത ഒരു നിരീക്ഷണമാണ് MA ബേബി നടത്തിയത് എന്നാണ് ബിനോയ് വിശ്വം ഈ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. മാതൃഭൂമി സ്പോർട്സ് പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്ന ഒരു വാർത്ത, ISLലെ പ്ലേ ഓഫ് മത്സരം പൂർത്തിയാക്കാതെ മടങ്ങിയെത്തിയ ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിന് ആരാധകർ മഞ്ഞപ്പൂക്കളൊക്കെ നൽകി അവരെ സ്വീകരിക്കുന്നതിൻ്റെ പടത്തോടു കൂടിയുള്ളൊരു വാർത്തയാണ്. ഈ കളിയിൽ നിന്ന് കളിക്കളം വിട്ട് ഇറങ്ങി വന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടും എന്നുള്ളത് ഇനി നോക്കിക്കാണേണ്ടതും ഉണ്ട്. കേരള കൗമുദി വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ള ഒരു വാർത്ത, ശമ്പളം ചോദിച്ച യുവതികൾക്ക് സ്ഥാപന ഉടമ അവരെ അടിച്ചു എന്നതാണ് കേരള കൗമുദി വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ളൊരു വാർത്ത. അപ്പോൾ ഈ സാധനങ്ങൾ വിറ്റഴിക്കുന്നത് അതിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത ഘട്ടത്തിലും ശമ്പളം ചോദിച്ചതിനുമാണ് ഈ യുവതികളെ മർദ്ദനത്തിന് ഇരയാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രതി അരുൺ ജീവനക്കാരികളെ മർദ്ദിക്കുന്ന ദൃശ്യമാണ് കേരള കൗമുദി നൽകിയിട്ടുള്ളത്. അയാൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചതായും പത്രം വ്യക്തമാക്കുന്നു. ഇനി മംഗളത്തിലേക്ക് വരികയാണെങ്കിൽ മംഗളം ഒന്നാം പേജിൽ H3N3 പനി അത് രാജ്യത്ത് വ്യാപിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തയാണ് വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ പനി വ്യാപിക്കുമ്പോൾ അത് ജീവഹാനിക്ക് കാരണമാകില്ല എന്ന് മംഗളം വ്യക്തമാക്കുന്നു. പക്ഷേ ഇത് പനി പിടിച്ചാൽ ഇത് ഭേദമാകാൻ 2 ആഴ്ച എടുക്കും എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. ഏപ്രിലോടുകൂടി പക്ഷേ ഈ പനിയുടെ ഒരു വ്യാപനം കുറയും എന്നും മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. ജനയുഗം വളരെ പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത് കോൺഗ്രസിനകത്ത് ഉയരുന്ന ഈ കലാപക്കൊടിയെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ദിവസം MK രാഘവൻ ചില വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു. നേതൃത്വത്തിനെതിരെ MK രാഘവൻ്റെ വിമർശനത്തെ പിന്തുണച്ച് ഇന്നലെ K മുരളീധരനും രംഗത്തെത്തി. അദ്ദേഹവും നേതൃത്വത്തോടുള്ള വിയോജിപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ MK രാഘവൻ്റെ പ്രതികരണം അച്ചടക്ക ലംഘനമല്ല എന്ന K മുരളീധരൻ്റെ നിലപാട് കോൺഗ്രസിനകത്ത് നേതൃത്വത്തിനെതിരെയുള്ള ഒരു നീക്കമായാണ് പല രാഷ്ട്രീയ കേന്ദ്രങ്ങളും നോക്കിക്കാണുന്നത്. അത് വളരെ പ്രാധാന്യത്തോടു കൂടി ജനയുഗം ഒന്നാമത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുള്ള വാർത്ത, ഈ കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഉണ്ടായിട്ടുള്ള തീപിടുത്തത്തെ സംബന്ധിച്ചാണ്. ജനം ഇന്ന് പുറത്തിറങ്ങരുത് എന്ന് കലക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ബ്രഹ്മപുരത്ത് ഓക്സിജൻ കിയോസ്കുകൾ തുറക്കും എന്ന വാർത്തയും മലയാള മനോരമ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നു.
മുഖ്യമന്ത്രിക്കെതിരെയുള്ള കരിങ്കൊടി പ്രയോഗം അവസാനിക്കുന്നില്ല. പലയിടത്തും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇന്നലെ തലശ്ശേരിയിലൊക്കെ വലിയ തോതിൽ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇത് കോഴിക്കോട് നടന്നൊരു പ്രതിഷേധമാണ്. അതിൽ കോഴിക്കോട് യുവമോർച്ച ജില്ലാ കമ്മിറ്റി അംഗം വിസ്മയ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ പോകുന്നതിൻ്റെ ദൃശ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോയോടുകൂടിയാണ് ഈ വാർത്ത മലയാള മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏതായാലും വിസ്മയെ തടുക്കാൻ അവിടെ വനിതാ പോലീസിൻ്റെ അഭാവം ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. പുരുഷ പോലീസ് അവരെ തടയാൻ ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഏതായാലും ഇത്തരം ഘട്ടങ്ങളിൽ കൂടുതൽ വനിതാ പോലീസുകളെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരെ നിയോഗിക്കുന്നതായിരിക്കും ശരി എന്നതാണ് ഈ ചിത്രം നമ്മളോട് പറയുന്നത്. കാരണം വനിതകൾ ഇങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ അവരെ പുരുഷ പോലീസ് ഇങ്ങനെ തടയാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് ഒരു കയ്യേറ്റമായി തന്നെ ആളുകൾ വിലയിരുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. മലയാള മനോരമ പടം വളരെ ഇതിൻ്റെ ഈ പ്രതിഷേധത്തിൻ്റെ പടവും ഒക്കെ സഹിതമാണ് ഈ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ പിണക്കം മാറി ഇ.പി. ജയരാജൻ ഇന്നലെ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും നാൾ ഇ.പിയുടെ അസാന്നിധ്യം വലിയ തോതിൽ ചർച്ചയായിരുന്നപ്പോഴാണ് ഇ.പി കഴിഞ്ഞ ദിവസം ഈ ജാഥയിൽ തൃശ്ശൂരിലെത്തി ഈ ജാഥയിൽ പങ്കെടുത്തത്. പക്ഷേ അത് ഒരു പാർട്ടി നൽകിയൊരു സമ്മർദ്ദത്തിൻ്റെ ഫലമായാണ് ഇ.പി പങ്കെടുത്തതെന്ന് മനോരമ വ്യക്തമാക്കുന്നു. കാരണം പാർട്ടിയെ വേണമെങ്കിൽ അത് ഇ.പി തീരുമാനിക്കട്ടെ, അനുനയത്തിനൊന്നും പോകേണ്ട നിലപാടില്ല എന്ന് CPM അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചതുകൊണ്ട് ആണ് ഇ.പി ജയരാജന് ഈ പരിപാടിയിൽ സ്വമേധയാ പങ്കെടുക്കേണ്ടി വന്നത് എന്ന് മലയാള മനോരമ പറയുന്നു. ഇ.പി ഇങ്ങനെ പിണക്കം നടിച്ച് മാറി നിന്നപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ മുമ്പൊക്കെ പലപ്പോഴും പാർട്ടി പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് നേരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോഴൊക്കെ ആ പ്രശ്നം ചർച്ച ചെയ്യാൻ കോടിയേരി ബാലകൃഷ്ണനൊക്കെ പോയിരുന്നു എന്ന് മലയാള മനോരമ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ആരും അദ്ദേഹത്തെ അടുത്ത് ചെന്ന് അനുനയത്തിൻ്റെ ഒരു നീക്കം നടത്തിയില്ല എന്നുള്ളതുകൊണ്ടും അദ്ദേഹം സ്വമേധയാൽ വന്നു എന്നാണ് മലയാള മനോരമ പറയുന്നത്. ഏതായാലും പരിപാടിക്ക് വന്ന ഇ.പി അവിടെ പിണറായി വിജയനെ വളരെയധികം പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിച്ചതിനെ സംബന്ധിച്ചും വാർത്ത നൽകിയിട്ടുണ്ട്. പിണറായിയുടെ കുടുംബം നാടിൻ്റെ ഐശ്വര്യമാണെന്നും അവരെ തൊട്ടുകളിക്കരുത് എന്നും ഇ.പി ജയരാജൻ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചിരുന്നു. അത് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുടി ക്രോപ്പ് ചെയ്ത് ജീൻസും ഇട്ട് കറുത്ത തുണിയിൽ കല്ലും കെട്ടി ആളെ വിട്ടാൽ ജനം ഇറങ്ങും, പിന്നെ പിടിച്ചു നിൽക്കാൻ ആകില്ല. എം.വി. ഗോവിന്ദൻ നയിക്കുന്ന ജാഥ പ്രവാഹമായി ഒഴുകുകയാണ് വരുന്നത്. എനിക്കും പ്രായമായി അതിൻ്റെ ആവശ്യതയുണ്ട് എന്നൊക്കെ ഇ.പി പറയുന്നു. ആ വിവരങ്ങളെല്ലാം മലയാള മനോരമ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. മലയാള മനോരമയുടെ സ്പോർട്സ് പേജിൽ നമുക്ക് ഈ വനിതാ പ്രീമിയർ ലീഗിൻ്റെ ഉദ്ഘാടന മത്സരത്തെ സംബന്ധിച്ചുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളതായി കാണാം. മുംബൈ ഇന്ത്യൻസിൻ്റെ കൂറ്റൻ ജയത്തെ സംബന്ധിച്ചാണ് ഈ വാർത്ത. ഈ ഹർമൻപ്രീത് കൗർ ഇന്നലെ ഒരു വെടിക്കെട്ട് പ്രകടനമാണ് ഈ മത്സരവേദി കളിക്കളത്തിൽ കാഴ്ചവെച്ചത്. അത് മലയാള മനോരമ ചിത്രസഹിതം വളരെ പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രഥമ IPL ക്രിക്കറ്റിൻ്റെ ഉദ്ഘാടന മത്സരത്തിൽ ഇതുപോലെ ന്യൂസിലാൻഡ് താരം ബ്രണ്ടൻ മക്കല്ലം നടത്തിയ ഒരു വെടിക്കെട്ട് പ്രകടനം അതുപോലെ സമാനമായൊരു പ്രകടനമാണ് ഈ ഹർമൻപ്രീത് കൗർ കാഴ്ചവെച്ചത് എന്ന് മലയാള മനോരമ വ്യക്തമാക്കുന്നു. പ്ലെയർ ഓഫ് ദ മാച്ചായി ഹർമൻപ്രീത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവർ 30 പന്തിൽ നിന്ന് 65 റൺസാണ് അടിച്ചുകൂട്ടിയത് എന്നതും മലയാള മനോരമ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് മലയാള മനോരമ സപ്ലിമെൻ്റ് ഇന്ന് കേരളത്തിലെ ബോക്സിംഗ് രംഗത്തിൻ്റെ ഒരു നെടും തൂണ് എന്ന് വിശേഷിപ്പിക്കാവുന്ന CB റെജിയെ സംബന്ധിച്ചാണ്. റെജി ബോക്സിംഗ് റിങ്ങിലെ ഒരു വളരെ കരുത്തനായ ഒരു എതിരാളിയാണ്. ടെക്നിക്കൽ ഒഫീഷ്യൽ എന്ന നിലയിൽ വളരെ കർക്കശക്കാരനാണ്. പക്ഷേ റിങ്ങിന് പുറത്ത് എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടാണ് എല്ലാവർക്കും അദ്ദേഹത്തെ പരിചയം. റെജി ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ ഒരു ആനയെ ചികിത്സിക്കാൻ ചെന്ന സമയത്ത് അദ്ദേഹത്തിനൊരു പാമ്പ് കടിയേറ്റിരുന്നു. പക്ഷേ അത് അന്ന് മനസ്സിലാക്കാനൊക്കെ വൈകി. പിന്നീട് അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ച കുറയുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും അതൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ വൃക്കകളുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നു. ഏതായാലും അദ്ദേഹത്തിന് പൂർണ്ണമായും ആരോഗ്യവാനാകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ എല്ലാ പ്രതീക്ഷകളുമാണ് CB റെജി പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഈ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ 5 പേരാണ് ഇവിടെ നിന്ന് ടെക്നിക്കൽ ഒഫീഷ്യലായി അന്താരാഷ്ട്ര ടെക്നിക്കൽ ഒഫീഷ്യൽസ് ആയിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തിയാണ് CB റെജി. വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ അത്രമാത്രം ഒരു പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി കൂടിയായ റെജിയുടെ ഈ കഥയാണ് മലയാള മനോരമ ഇന്ന് വളരെ പ്രാധാന്യത്തോടുകൂടി സപ്ലിമെൻറ്റിൽ നൽകിയത്. റെജിയുടെ ആരോഗ്യം മെച്ചപ്പെടട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
ദ ഹിന്ദു വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത് അയോധ്യയിൽ പള്ളി പണിയാനുള്ള സ്ഥലത്തിൻ്റെ ക്ലിയറൻസ് നൽകിയതിനെ സംബന്ധിച്ചാണ്. ഈ പള്ളിക്ക് സ്ഥലം അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് തടസ്സം വലിയ തോതിൽ ഹിന്ദു നേരത്തെയും വാർത്തയാക്കിയിരുന്നു. ഇപ്പോൾ സ്ഥലത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. ഓസ്ട്രേലിയയുടെയും ജപ്പാനിൻ്റെയും പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ വരുന്നതിനെ സംബന്ധിച്ചാണ് ദ ഹിന്ദു നൽകുന്ന മറ്റൊരു പ്രധാന വാർത്ത. ഈ G20യുടെ നേതൃത്വം ഇന്ത്യ ഏറ്റെടുക്കുമ്പോൾ G7 രാജ്യങ്ങളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അതിനുള്ള തീരുമാനമുണ്ടാകുന്നു. ഏതായാലും ഓസ്ട്രേലിയയുടെയും അതുപോലെ തന്നെ ജപ്പാൻ്റെയും പ്രധാനമന്ത്രിമാർ ഇന്ത്യയിലേക്ക് വരുന്നു. മോദിയുമായുള്ള അവരുടെ കൂടിക്കാഴ്ചകൾ ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ദ ഹിന്ദു നൽകുന്നു. ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ട ഒരു പ്രധാന വാർത്തയായിരുന്നു ഈ ചെങ്ങന്നൂരിലെ SDPI ബന്ധത്തെ സംബന്ധിച്ചുള്ള CPIനകത്തുള്ള പൊട്ടിത്തെറി. അത് ദ ടൈംസ് ഓഫ് ഇന്ത്യ വളരെ പ്രാധാന്യത്തോടു കൂടി ഇന്ന് നൽകിയിട്ടുണ്ട്. സെവറൽ മെമ്പേഴ്സ് ഓഫ് CPM belonging to local committee in Chenganur in Alappuzha district have written to the leadership expressing their wish to quit the party, alleging an unholy nexus between local committee secretary and SDPI എന്ന വാർത്ത ദ ടൈംസ് ഓഫ് ഇന്ത്യ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കും. അതുപോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി അവിടെ ഇനി മന്ത്രിസഭ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വാർത്തകളും ദ ടൈംസ് ഓഫ് ഇന്ത്യ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട്. സഗ്മ ടു സ്റ്റാർട്ട് സെക്കൻഡ് ടേം ആസ് മേഘാലയസ് ചീഫ് മിനിസ്റ്റർ ഓൺ March 7 എന്ന വാർത്ത നൽകിയിരിക്കുന്നു ടൈംസ് ഓഫ് ഇന്ത്യ. കോൺറാഡ് സഗ്മ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ March 7 ചെയ്യും എന്നാണ് ഈ പത്രത്തിലെ വാർത്ത വ്യക്തമാക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രം 18ലെ പ്രധാന വാർത്തകൾ. നമുക്ക് പക്ഷേ മറ്റു വാർത്തകൾ അവസാനിക്കുന്നില്ല. തിരിച്ച് പ്രദീപിലേക്കും പോകേണ്ടതുണ്ട്. താങ്ക് യു പ്രദീപ് ആൻഡ് ആര്യ.